നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് 26/5/25 ജൂൺ 19-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എം സ്വരാജ് മത്സരിക്കണമെന്ന് CPIM തീരുമാനിക്കുകയും കേരളത്തിൽ ഈ തീരുമാനം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ഇപ്പോൾ AKG സെന്ററിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥി തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം കൈവരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. UDF ആകട്ടെ അവരുടെ പ്രവർത്തന രീതിയിൽ തന്നെ മാറ്റം വരുത്തി സ്വീകരിക്കുന്ന സമീപനം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രകടമായിട്ടുള്ളതാണ്. ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനുള്ള ഗൂഢനീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലപാടിനെ ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന മതരാഷ്ട്രവാദം ഇവിടെയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നു. ഇവിടെയെല്ലാം ജനങ്ങളുടെ ഐക്യം കാത്തുസൂക്ഷിക്കാനും വർഗീയതയ്ക്കെതിരെ നല്ല ജാഗ്രത പുലർത്തി ജനങ്ങളെ അണിനിരത്താനുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചിട്ടുള്ളത്. ആ നിലയിൽ വർഗീയതയ്ക്കെതിരെ ജനങ്ങളുടെ ഐക്യം കാത്തുസൂക്ഷിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സംരക്ഷണത്തിനും അതിനടിസ്ഥാനമായ വികസനവും ജനക്ഷേമവും പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. 2 ടേം ഈ ഗവൺമെൻറ് പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന 2ാം ഗവൺമെൻറ് 4 വർഷം പൂർത്തിയാക്കി 5ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ 4 വർഷം പൂർത്തിയാക്കിയ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് 3ാം തവണയും അധികാരത്തിൽ വരാനുള്ള സാഹചര്യമാണ് ഉയർന്നു നിൽക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിനു വേണ്ടി, സ്വരാജിൻ്റെ വിജയത്തിനു വേണ്ടി എല്ലാ തലത്തിലും പരിശ്രമിക്കുന്നതിനുള്ള പരിപാടികൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. 1-ാം തീയതി അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ നടക്കുകയാണ്. 1-ാം തീയതി കൺവെൻഷൻ കഴിഞ്ഞാൽ 5-ാം തീയതിക്കുള്ളിൽ ബൂത്ത് തലം വരെയുള്ള കൺവെൻഷനുകൾ ചേരുകയാണ്. 1-ാം തീയതി നിലമ്പൂരിൽ നടക്കുന്ന ഈ കൺവെൻഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർട്ടികളുടെ വിവിധ നേതാക്കൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. CPMനെ പ്രതിനിധീകരിച്ച് MV ഗോവിന്ദൻ മാഷ്, CPI ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധീകരിച്ച് ജോസ് കെ മാണി, NCPയെ പ്രതിനിധീകരിച്ച് തോമസ് കെ തോമസ്,
കോൺഗ്രസ് എസിനെ പ്രതിനിധീകരിച്ച് കടന്നപ്പള്ളി രാമചന്ദ്രൻ, RJDയെ പ്രതിനിധീകരിച്ച് ശ്രേംസ് കുമാർ, JDSനെ പ്രതിനിധീകരിച്ച് മാത്യു ടി തോമസ്, INLനെ പ്രതിനിധീകരിച്ച് അഹമ്മദ് ദേവർകോവിൽ, കേരള കോൺഗ്രസ് ബിയെ പ്രതിനിധീകരിച്ച് KB ഗണേഷ് കുമാർ, ജനാധിപത്യ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് PC ജോസഫ്, കേരള കോൺഗ്രസ് കറിയ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ബിനോയ്, ഈ നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മന്ത്രിമാരും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് നടത്തുന്ന ഈ കൺവെൻഷൻ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കുന്നതിനുള്ള ഭാവി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഇതിനുള്ള പരിപാടികളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ തന്നെ നിലമ്പൂർ അസംബ്ലി മണ്ഡലങ്ങളിലെ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ വൻതോതിൽ പ്രതികൂലമായ കാലാവസ്ഥയുണ്ടായിട്ട് പോലും ജനങ്ങൾ വൻതോതിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആ നിലയിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കത്തക്ക നിലയിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ നടക്കുക. ഒരു തരത്തിലും മറ്റ് തലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിനെ തിരിച്ചു കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവദിക്കുകയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ വർഗീയതയ്ക്കും എതിരായിട്ടുള്ള ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ഈ പ്രവർത്തനങ്ങൾക്കുണ്ടാകണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കണം, പിന്തുണ നൽകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ആലോചിച്ചത് കേരളം വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിടുകയാണ്. അത് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വ്യതിയാനമാണ്. ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും കാലവർഷ കെടുതിയിൽ നിന്ന് അതിനിരയാകുന്നവരെ സംരക്ഷിക്കാനും അവരെ സഹായിക്കാനും സാധ്യമായ എല്ലാ നടപടികളും കേരള ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. ഈ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുന്നിട്ടിറങ്ങണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗ തീരുമാനം എന്നുള്ള നിലയ്ക്ക് പൊതുവെ പറയാനുള്ളത്. എന്തെങ്കിലും ഉണ്ടോ? PV അൻവറെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പുറന്തള്ളിയാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്തത്. പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് അധികകാലം പോകാൻ കഴിയില്ല എന്ന നില വന്നപ്പോൾ MLA സ്ഥാനം രാജിവെച്ചു. ഒരു പുതിയ പാർട്ടി അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം ഏതെല്ലാം ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു എന്നുള്ളതെല്ലാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവസാനം വരെ UDFൽ പ്രതീക്ഷ പുലർത്തുന്ന നിലപാടാണ് അൻവർ സ്വീകരിച്ചത്. അൻവറിൻ്റെ തുടർ നടപടികളും UDFനെ സഹായിക്കത്തക്ക നിലയിലുള്ള സമീപനമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിലപാടുമായി മുമ്പോട്ടാണ് പോകുന്നത്. അൻവർ എന്നുള്ള പ്രശ്നം, അൻവർ എന്ന ഘടകം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളത്
നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അൻവർ എന്ത് നിലപാടെടുത്തു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അത് ബാധിക്കില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. എങ്ങനെയാ സർക്കാരിന്റെ കാലത്ത് അവസാന ഉപതെരഞ്ഞെടുപ്പിനായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഒരു 10 മാസം കൂടിയല്ലേ ഉള്ളൂ. ഒരു 10 മാസം കൂടിയല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ നിലയ്ക്കൊക്കെ പരിഗണിക്കാൻ കഴിയുന്ന ഒരു സംഗതി തന്നെയാണിത്. അപ്പം ഈ നിലമ്പൂരിൽ അൻവർ രാജിവെച്ചപ്പോൾ തന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ള നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് സമയത്തും ഉപതെരഞ്ഞെടുപ്പ് വരാം. ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ള നില മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. സംഘടനാപരമായ തയ്യാറെടുപ്പുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്ന സമയത്തൊക്കെ ഉള്ള ഒരു സജീവമായ ജനമുന്നേറ്റം എന്ന് പറയുന്നത് നേരത്തെ നടത്തിയിട്ടുള്ള ഈ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അത് തുടരുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളീയ സമൂഹത്തിന് ഗുണകരമാക്കി മാറ്റാൻ എല്ലാ നിലപാടുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുകയാണ്. അല്ല, സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് ഞാനത് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മീഡിയസിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലുള്ള വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് അതത് സന്ദർഭത്തിലുള്ള രാഷ്ട്രീയ സ്ഥിതി കൂടി പരിഗണിച്ചാണ്. ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുള്ള പിന്തുണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഭാവിയെ പരിഗണിച്ചുകൊണ്ട് വൻകിട വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ്. ആ കാഴ്ചപ്പാട് തുടരുകയാണ് ചെയ്യുന്നത്. വലതുപക്ഷ വിഭാഗമാകട്ടെ, നിങ്ങൾ UDF-ന്റെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവർക്ക് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കലാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് വൃത്തികേട് സ്വീകരിക്കുക എന്നുള്ള സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് ഈ പ്രശ്നങ്ങളിൽ എല്ലാം സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് ഈ രാഷ്ട്രീയ സ്ഥിതിഗതികളെ ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വിജയം ഉറപ്പാണ്. ഗവൺമെന്റിന് അനുകൂലമായ നിലപാട് തന്നെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കരയിൽ ഉണ്ടായ വിജയം എന്തായിരുന്നു UDF പ്രചരിപ്പിച്ചത്? ഗവൺമെന്റിനെതിരായ വികാരം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പ്രകടമാകുമെന്നുള്ളതാണ്. അപ്പൊ ചേലക്കരയിലെ വിജയം ഗവൺമെന്റ് നടപടികൾക്കുള്ള പിന്തുണയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് ചേലക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്നുള്ള ഒരാശങ്കയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതവര് ചർച്ച ചെയ്തോട്ടെ. സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ള ഇന്നത്തെ തീരുമാനത്തോടുകൂടി വ്യക്തമല്ലേ? അതുകൊണ്ട് എന്തടിസ്ഥാനത്തിൽ ഇപ്പം 5 ദിവസമല്ലേ ഒരു പിറ്റേ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് ഇപ്പുറത്തുള്ളൊരു ദൗർബല്യയുടെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. അതിന് അത്യാവശ്യം വേണ്ട സമയം മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ ഇല്ല. അത് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. CPM-ന്റെ സംഘടനാ സംവിധാനം അറിയുന്ന ആർക്കും ഇതൊരു കാലതാമസമായി എന്നുള്ളൊരു നിലപാടിലേക്ക് എത്താനേ കഴിയില്ല. അതാണ് അതിന്റെ വസ്തുത. നിങ്ങളെല്ലാം ആലോചിക്കും. അൻവറിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങളെല്ലാം കൂടി ആലോചിക്കും. കാരണം കുറെ കാലം അദ്ദേഹത്തെ കേരളത്തിന്റെ ഒരു വലിയ ചിത്രമായിട്ട് നിങ്ങളെല്ലാം അവതരിപ്പിച്ചതല്ലേ. അതുകൊണ്ട് നിങ്ങൾ തന്നെ അയാളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതുപോലുള്ള ഏർപ്പാടിൽ നിന്ന് അയാൾ ഇനി എന്ത് നിലപാടെടുക്കുന്നത് പറയാൻ കഴിയില്ല. നിങ്ങളൊക്കെ ഇടപെട്, അത്രയല്ലേ ഉള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അൻവർ ഒരു ഘടകമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ.
അൻവർ ഫാക്ടർ എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അയാൾ എന്ത് നിലപാടെടുത്താലും ഞങ്ങൾക്ക് ബാധകമല്ല. അയാൾ ഇപ്പോഴും ഞങ്ങളെല്ലാം ഇപ്പോഴും കണക്കാക്കുന്നത് അദ്ദേഹം UDF അനുകൂലമായ നിലപാടെടുക്കുമെന്ന് തന്നെയാണ്. അയാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയതും UDF വേണ്ടിയിട്ടാണ്. UDF നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് അത്തരം ഒരു മറുകണ്ടം ചാടൽ ഉണ്ടായത് എന്നുള്ളത് അന്നേ തന്നെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നിലപാട് ഓരോന്നും കൂടുതൽ യാഥാർത്ഥ്യമായി മാറുകയാണ്. ശരി, പിന്നെ അവസാനിപ്പിക്കണ്ടേ? ഇനി എല്ലാവരും നിലമ്പൂർക്ക് പോകുന്നുണ്ടേ? ഓ, അതറിയില്ല, ഇനിയും തീരുമാനിക്കാൻ സമയമുണ്ട്. അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയ്ക്കെതിരായ ഒരു നിലപാട് ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകില്ല. അതിലൊരു കളങ്കമുണ്ടാക്കുന്ന ഒരു സമീപനവും സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ തീരുമാനവും അതിൻ്റെ ഭാഗമാണ്. വലിയ രാഷ്ട്രീയമായ പോരാട്ടത്തിന് മുൻതൂക്കം കൊടുക്കുന്ന നിലയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിച്ചിട്ടുള്ളത്.